നീ വെറുതെ ടെൻഷൻ അടിക്കണ്ട, കുറച്ചു നേരം വെയിറ്റ് ചെയ്യാം. ആകാശ്, പുതിയ റിസോർട്ട് ആർക്കും അറിയില്ല എന്ന് പറഞ്ഞ് ഇങ്ങോട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത്. എന്നിട്ടിപ്പോ എന്തായി? എന്റെ ഏട്ടനും ഏട്ടത്തെയും ഇവിടെ തന്നെയുള്ളത്. നമുക്ക് പോകാം, വാ. സഞ്ജനെ, നീ ആദ്യം പേടിക്കാതിരിക്കും, നമുക്ക് പോകാം. നീയും ടെൻഷൻ അടിച്ച് എന്നെ ടെൻഷൻ ആക്കല്ലേ. മിസ്റ്റർ മിഥുൻ നന്ദൻ യൂത്തിന്റെ ഇൻസ്പിറേഷൻ ആണ്, യൂത്ത് ഐക്കോൺ. വിജയങ്ങൾക്കൊപ്പം അദ്ദേഹത്തിന് ലോകമെങ്ങും നിന്നുള്ള അംഗീകാരവും കിട്ടുന്നുണ്ട്. ഇന്ന് മിസ്റ്റർ മിഥുൻ നന്ദന്റെയും അദ്ദേഹത്തിന്റെ ഭാര്യ മേഘന നന്ദന്റെയും സമക്ഷത്തിൽ ഈ ഫംഗ്ഷന്റെ ഉദ്ഘാടനം നടക്കുന്നതിൽ ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട്. താങ്ക് യു. വിവേക്, നമ്മൾ ഇനി ഇവിടെ നിന്നാ പിടിക്കപ്പെടും. വാലന്റൈൻസ് ഡേ പ്രമാണിച്ച് നിങ്ങൾ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നെന്നുള്ള ചോദ്യങ്ങളും വരും. അവരുടെയൊക്കെ ചോദ്യത്തിനുള്ള ഉത്തരവും എന്റെ അടുത്തില്ല. നിന്റെ അടുത്തില്ലെങ്കിൽ വേണ്ട, ഞാൻ പറഞ്ഞോളാം. വിവേക്, ഇത് തമാശ പറയേണ്ട സമയല്ലോ. തമാശ കേട്ട് ചിരിക്കാനുള്ള മൂഡിലും അല്ല ഞാനിപ്പോ. നമുക്ക് ഇവിടുന്ന് പോവാം, വാ. ചാരു പ്ലീസ് വെയിറ്റ്. ഞാനില്ല, പോ. ചാരു, ആകാശ്, നിന്നെ കുറിച്ച് വീട്ടുകാരോട് നല്ല കാര്യങ്ങൾ പറഞ്ഞ് എങ്ങനെയെങ്കിലും സമ്മതിപ്പിച്ചെടുക്കാന്ന് വിചാരിക്കുമ്പോ ഇങ്ങനെ ഒരു ഫംഗ്ഷന് നമ്മളെ ഒന്നിച്ച് പിടികൂടിയ പിന്നെ നമ്മൾ വിചാരിച്ചതൊന്നും നടക്കില്ല. നമുക്കിവിടുന്ന് പോവാം ആകാശ്. സഞ്ജന പ്ലീസ്. വേണ്ട, നീ വരുന്നുണ്ടോ? സഞ്ജന, ചാരു. എനിക്കറിയാം ചാരു, എന്നെ ഒറ്റയ്ക്കാക്കി നിനക്ക് പോവാനാവില്ലെന്ന്. നിനക്ക് എന്നെ അത്രയ്ക്ക് ഇഷ്ടമായതുകൊണ്ടാ. ഞാൻ നിന്നത് നീ വിളിച്ചതുകൊണ്ടല്ല. അവിടെ നമുക്ക് തടസ്സമായിട്ട് ഒരു മതിൽ കെട്ടുണ്ട്. മതിൽ കെട്ടോ? ഇവിടെ എങ്ങനെ? അങ്ങോട്ട് നോക്ക്. എന്റെ അമ്മേ, പറഞ്ഞു വെച്ച പോലെ എല്ലാവരും ഈ റിസോർട്ടിലേക്ക് വന്നിരിക്കുന്നത്. എനിക്ക് ചീത്തപ്പേരുണ്ടാക്കാനല്ലേ നീ എന്നെ ഇങ്ങോട്ടേക്ക് വിളിച്ചോണ്ട് വന്നേ. ഇപ്പൊ പുറത്തു പോണെങ്കിൽ പോലും പ്രിയമത ആന്റിയും മഞ്ജരിയും കടന്നു വേണം പോവാൻ. അവരുടെ കണ്ണിപ്പെടാതെ രക്ഷപ്പെടാൻ പറ്റില്ല. ചാരു പ്ലീസ്, നീ ഇങ്ങനെ ടെൻഷൻ അടിച്ച് എന്നെ കൂടി ടെൻഷൻ ആക്കല്ലേ. നീയും ധൈര്യം നിൽക്കും, ഞാൻ എന്തെങ്കിലും ചെയ്തോളാം. നീയോ? മാങ്ങ തൊലി. അത് പിന്നെ ഞാൻ നോക്കിക്കോളാം. നീ വന്നേ, വാ. എന്തത്? എവിടേക്കാ? അവിടേക്കല്ല ചാരു, ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ. പ്ലീസ് സഞ്ജന, ഞാൻ പറയുന്നൊന്ന് കേക്ക്. എന്റെ മോമും മഞ്ജരി ഇവിടെ തന്നെയുണ്ട്. അവരെ കടന്നു വേണം നമുക്ക് ഇവിടുന്ന് പുറത്തേക്ക് പോവാൻ. അവരെ കണ്ടു കഴിഞ്ഞാ പിന്നെ അത് മതി. ശരി എന്നാ, നീ ടെൻഷൻ അടിക്കണ്ട. സമയം നോക്കി അവരുടെ കണ്ണു വെട്ടിച്ച് നമുക്ക് പോകാം. അതുവരെ നമുക്ക് ഇവിടെ എവിടെയെങ്കിലും ഇരിക്കാം. എന്താ, നീ വാ, ധൈര്യമായിട്ട് വാ. വാലന്റൈൻസ് ഡേ പ്രമാണിച്ച് ഇവിടെ വന്നിരിക്കുന്ന എല്ലാ പ്രണയിതാക്കൾക്കുമായിട്ട് ഒരു സ്പെഷ്യൽ ഗെയിം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഓഫ് കോഴ്സ് അതിൽ മിസ്റ്റർ മിഥുൻ നന്ദനും മേഘന നന്ദനും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. എന്താ മിസ്റ്റർ മിഥുൻ, നിങ്ങൾ ഓക്കെ അല്ലേ? ഈ ഗെയിമിൽ പെൺകുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട 4 കാര്യങ്ങൾ ഒരു പേപ്പറിൽ എഴുതി തരാൻ പറയും. എന്നിട്ട് ആ ചോദ്യങ്ങൾ പുരുഷന്മാരോട് ചോദിക്കും. അവർ എത്ര എണ്ണം കറക്റ്റായി പറയുമെന്ന് നോക്കാം. കൂടുതൽ മാച്ചിങ് ഉത്തരങ്ങൾ പറയുന്നവർ ഈ ഗെയിമിന്റെ വിജയിയായി പ്രഖ്യാപിക്കപ്പെടും. ലെറ്റ്സ് സ്റ്റാർട്ട് ദി ഗെയിം. എല്ലാവർക്കും 5 ചോദ്യങ്ങൾ തന്നിട്ടുണ്ട്. അതിന്റെ ഉത്തരങ്ങൾ നിങ്ങൾ എഴുതി തരണം. ഇഷ്ടപ്പെട്ട നിറം,
ബ്ലൂ ഇഷ്ടപ്പെട്ട ഡ്രസ്. എനിക്ക് ഡ്രസ്സസ് ഇഷ്ടമല്ലല്ലോ, സാരി. ഇഷ്ടപ്പെട്ട സ്ഥലം എൻ്റെ നാട്. ഇഷ്ടപ്പെട്ട ഫുഡ് നല്ല ചോറും മീൻകറി. ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളൊരു കാര്യം. ഇപ്പോ കമിതാക്കളിൽ ബോയ്സിനെ വിളിച്ചു വരുത്തി സെയിം ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതാണ്. രമേശ് അരവിന്ദ്. മിസ്റ്റർ രമേശ് അരവിന്ദ്, നിങ്ങളുടെ ഭാര്യയ്ക്ക് ഇഷ്ടപ്പെട്ട നിറം? ചുമപ്പ്. വാവ്, കറക്റ്റ് ആൻസർ ആണല്ലോ. ഭാര്യയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഡ്രസ്? ചുരിദാർ. ഗ്രേറ്റ്, ഇതും കറക്റ്റ് ആൻസർ ആണല്ലോ. ഇനി നിങ്ങളുടെ ഭാര്യയ്ക്ക് ഇഷ്ടപ്പെട്ട പ്ലേസ്? കാശ്മീർ. സോറി മിസ്റ്റർ രമേശ്, ഭാര്യ കന്യാകുമാരി എന്ന് എഴുതിയിരിക്കുന്നത്. അപ്പൊ ഈ ഒരു കാര്യത്തിൽ നിങ്ങൾ തമ്മിൽ കാശ്മീരും കന്യാകുമാരിയും തമ്മിലുള്ള അത്രയും അന്തരമുണ്ട്. മിസ്റ്റർ രമേശ് അരവിന്ദ്, നിങ്ങളുടെ ഭാര്യയുടെ ഇഷ്ടാനിഷ്ടങ്ങളിൽ 3 കാര്യങ്ങൾ നിങ്ങൾക്കറിയാം. 2 എണ്ണത്തിൽ തോറ്റു. ഇനി നിങ്ങൾ ചെന്നിരുന്നോളൂ. മിസ്റ്റർ ഹരീഷ് ചന്ദ്രൻ, നിങ്ങളുടെ കാമുകിക്ക് ഇഷ്ടപ്പെട്ട നിറം? യെല്ലോ. സോറി മിസ്റ്റർ ഹരീഷ്, ഷീ ലൈക്സ് വൈറ്റ്. അവർക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്? ജീൻസ്. അഗൈൻ സോറി രമേശ്, അവൾക്ക് ലെഹങ്കയാണ് അത്ര കൂടുതൽ ഇഷ്ടം. നിങ്ങൾ വെറും തുടക്കക്കാരാണെന്ന് തോന്നുന്നു ഹരീഷ്. ഒരെണ്ണം പോലും മാച്ച് ആയിട്ടില്ല. സോ നിങ്ങൾ തമ്മിൽ ഇനി ഒത്തിരി മനസ്സിലാക്കാനുണ്ട്. നിങ്ങൾ പോയി ഇരുന്നോളൂ മിസ്റ്റർ ഹരീഷ്. ഇപ്പോൾ മിസ്റ്റർ മിഥുൻ നന്ദൻ. നിങ്ങളുടെ ഭാര്യയ്ക്ക് ഇഷ്ടപ്പെട്ട നിറം? ഈ 2 എണ്ണത്തിൽ ഏതാ നിനക്ക് ഇഷ്ടപ്പെട്ടത്? ദിസ് ഈസ് വെരി നൈസ് മഞ്ജരി. മേഘന സെലക്ട് ചെയ്ത് തന്നെയാ നീ സെലക്ട് ചെയ്തത്. അവൾക്ക് ഇഷ്ടപ്പെട്ട നിറം ബ്ലൂ. വാവ്, പെർഫെക്റ്റ് ആൻസർ ആണല്ലോ മിസ്റ്റർ മിഥുൻ. മേഘനയ്ക്ക് ഇഷ്ടപ്പെട്ട നിറം ബ്ലൂ തന്നെയാണ്. മേഘനയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കളർ മിഥുന് ഓർമ്മയുണ്ട് ആന്റി. കണ്ടോ ആന്റി? മഞ്ജരി, അവനത് കാഷ്വൽ ആയിട്ട് പറഞ്ഞതായിരിക്കും. അത് അവിചാരിതമായി മാച്ച് ചെയ്യുകയും ചെയ്തു. ഇത് ഇത്ര വലിയ കാര്യമാണോ? മിസ്റ്റർ മിഥുൻ നന്ദൻ, മേഘന മാഡത്തിന് ഇഷ്ടപ്പെട്ട ഡ്രസ്? നോക്കേ, ഇതൊന്നിട്ട് നോക്കാവോ? ഇതൊക്കെ ഞാനിട്ട് എനിക്ക് ചേരുന്നു തോന്നുന്നില്ല ഏട്ടാ. അവൾക്ക് ഡ്രസ്സസിൽ ഏറ്റവും ഇഷ്ടം സാരിയാ. എക്സാക്ട്ലി മിസ്റ്റർ മിഥുൻ, ഇതും ശരി ഉത്തരം തന്നെയാ. നീ അത് കണ്ടോ ചാരു? ഏട്ടത്തമ്മയെ കുറിച്ച് എല്ലാ കാര്യങ്ങളും ഏട്ടനറിയാം. ഇനിയും ചോദ്യങ്ങൾ ബാക്കിയുണ്ടല്ലോ വിവേക്. അതെന്താവെന്നും കൂടെ നോക്കാം. മേഘന മാഡത്തിന് ഇഷ്ടപ്പെട്ട ഫുഡ്? മിക്കവാറും എല്ലാവർക്കും ഇഷ്ടമുള്ളത് തന്നെയാ, ചോറ് മീൻകറി. വാവ്, ഇതും ശരി ഉത്തരം തന്നെയാണല്ലോ മിസ്റ്റർ മിഥുൻ. ഇനി മേഘനയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്ലേസ്? അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അവളുടെ നാടാ. ഇതും നിങ്ങൾ പറയുന്നു ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. പക്ഷെ അതും കൃത്യമായി തന്നെ പറഞ്ഞിരിക്കുന്നു. ഇതെല്ലാം ഇതിനെ എങ്ങനെ മനസ്സിലാക്കി വെച്ചിരിക്കുന്നു? മേഘനയുടെ ഇഷ്ടാനിഷ്ടങ്ങളുടെ പുസ്തകം മുഴുവൻ വായിച്ച് PhD എടുത്തിരിക്കാന്ന് തോന്നുന്നു. മഞ്ജരി, കൂൾ.
ഏറ്റവും അവസാനത്തെ ചോദ്യം, ഈ ലോകത്ത് മേഘനയ്ക്ക് എല്ലാറ്റിനേക്കാളും ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം? അവൾക്ക് ഈ ലോകത്തിൽ എല്ലാത്തിനേക്കാളും ഇഷ്ടമുള്ളത് അവളുടെ ഭർത്താവായ എന്റെ സന്തോഷം മാത്രമാണ്. മിസ്റ്റർ മിഥുൻ നന്ദൻ, നിങ്ങൾ ഗ്രേറ്റ് ആണ്. ഇതും ശരി ഉത്തരം തന്നെയാണല്ലോ. മേഘന എന്താ എഴുതിയെന്നറിയോ? എന്റെ ഭർത്താവിനെ കണ്ണിലുണ്ണിയെ സന്തോഷത്തോടെ നോക്കണമെന്നാ. ഇപ്പൊ കണ്ടോ ചാരു, ഏട്ടത്തിയുടെ ഇഷ്ടങ്ങളെ കുറിച്ച് വലിയേട്ടന് എല്ലാം അറിയാം. നമുക്ക് ഏറ്റവും അടുത്തറിയാവുന്ന വ്യക്തികളുടെ അടുത്ത് ഇങ്ങനെയൊക്കെ സംഭവിക്കും. സോ ഗൈസ്, ഗെയിം എല്ലാവരും കണ്ടല്ലോ. എല്ലാവർക്കും 2ഓ 3ഓ മാത്രമേ മാച്ച് ചെയ്തുള്ളൂ. പക്ഷെ മിഥുൻ മാത്രമാണ് സ്വന്തം ഭാര്യയെ കുറിച്ചുള്ള 5 ചോദ്യങ്ങൾക്ക് ശരിയുത്തരം പറഞ്ഞത്. അതുകൊണ്ട് ഈ ഗെയിമിൽ വിജയിച്ചിരിക്കുന്നത് മിഥുനും മേഘനയുമാണ്. മിഥുൻ നന്ദൻ, മേഘന നന്ദൻ, രണ്ടുപേരും സ്റ്റേജിലേക്ക് ഒന്ന് വരണം. വി വാണ്ട് യു ടു പ്രസന്റ് ദ ബെസ്റ്റ് കപ്പിൾ അവാർഡ്. എന്തായി സുനില്? ഇവിടെ പ്രോഗ്രാം സ്റ്റാർട്ടായി കഴിഞ്ഞു. മിഥുനും അയാളുടെ ഭാര്യയും ഉത്സാഹത്തോടെ പങ്കെടുക്കുന്നുണ്ട് സർ. ഗെയിമിലൊക്കെ അവരാണ് ഫസ്റ്റ്. ആ ഉത്സാഹവും സന്തോഷവും ഒത്തിരി നേരത്തേക്കൊന്നും ഉണ്ടാവില്ലെന്ന് അവർക്കിപ്പോ അറിയില്ലല്ലോ സുനിലേ. എന്തായാലും അവര് നല്ല കപ്പിള സാറേ. മറ്റ് കപ്പിൾസിനേക്കാൾ മിഥുനും ഭാര്യയുമാണ് ബെസ്റ്റ് കപ്പിൾസിനുള്ള അവാർഡ് കരസ്ഥമാക്കിയത്. ബെസ്റ്റ് കപ്പിൾസ് സാർ ഇങ്ങോട്ടേക്ക് വരുന്നില്ലേ? വരുന്നുണ്ട്. വന്നിട്ട് വേണം ശരിക്കുള്ള കഥയ്ക്ക് ഹരിശ്രീ കുറിക്കാൻ. ഓക്കെ സർ. മിഥുൻ മേഘനയുടെ ചെരുപ്പിന്റെ സൈസും ലോണ്ടറി സൈസും പറയുന്നു തോന്നുന്നല്ലോ. മേഘനയെ കുറിച്ചുള്ള ഇത്രയും കാര്യങ്ങൾ മിഥുൻ എങ്ങനെയാ അറിഞ്ഞത്? ഒരു വ്യക്തിയെ നമ്മൾ അത്രയേറെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എങ്ങനെയുള്ള കാര്യങ്ങൾ ഓർത്തു വെക്കൂ. ഇത്തരം ഓർമ്മകൾ ആ ഒരു വ്യക്തിയോടുള്ള അയാളുടെ സ്നേഹക്കൂടുതലിന്റെ ഉദാഹരണോ? മഞ്ജരി, നീ ഇപ്പോ എന്തുകൊണ്ടാ ഇങ്ങനെ മുഖം വീർപ്പിച്ച് പിണങ്ങി നിൽക്കുന്നതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ നീ എന്നെ പ്രണയിക്കുന്നത് കൊണ്ടും ഞാൻ നിന്നെ പ്രണയിക്കുന്നത് കൊണ്ടുമാണ് ഞാൻ മനസ്സിൽ വിചാരിച്ചത് പോലും നിനക്കിപ്പോ പറയാൻ സാധിക്കുന്നത്. പക്ഷെ മേഘനയ്ക്ക് നിനക്കും ഇടയിൽ എന്ത് ബന്ധമുണ്ടായിട്ടാ മേഘനയെ കുറിച്ചുള്ള സകല കാര്യങ്ങളും നീ വിളിച്ചു പറയുന്നത്? അതൊക്കെ ഞാൻ കാഷ്വൽ ആയിട്ട് പറഞ്ഞതല്ലേ മഞ്ജരി. ഇതൊക്കെ നീ ഇങ്ങനെ സീരിയസ് ആയിട്ട് എടുക്കേണ്ട കാര്യമുണ്ടോ? അങ്ങനെയല്ല മിഥുൻ. കാഷ്വൽ ആയിട്ട് ഒബ്സർവ് ചെയ്തതാണെങ്കിൽ ഇത്രയും വ്യക്തമായി ഒന്നും ഓർമ്മയിൽ നിൽക്കില്ല.
സ്പെഷ്യൽ ഇൻട്രസ്റ്റോടുകൂടി ഒബ്സർവ് ചെയ്താൽ മാത്രമേ കൊച്ചു കാര്യങ്ങൾ ഓർമ്മിക്കാനാവൂ. അതേ മഞ്ജരി, നീ പറഞ്ഞത് 100% ശരിയാ. രണ്ടുപേർക്കിടയിൽ ഒരു സ്പെഷ്യൽ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഒരാളുടെ കാര്യങ്ങൾ മറ്റൊരാൾക്ക് അറിയാൻ കഴിയൂ. ഏട്ടന്റെ മനസ്സ് എന്താണെന്ന് എനിക്കറിയാം, എന്റെ മനസ്സ് എന്താണെന്ന് ഏട്ടനും അറിയാം. അതുകൊണ്ടല്ലേ എല്ലാം ഇത്ര കൃത്യമായിട്ട് മാച്ച് ചെയ്യുന്നു. അക്കാര്യത്തെക്കുറിച്ച് പറയുമ്പോ നിങ്ങൾ രണ്ടുപേരെക്കാളും കൂടുതൽ ഞങ്ങളുടെ മനസ്സാ മാച്ച് ചെയ്യുന്നത്. ഞങ്ങളുടെ ഇഷ്ടാനിഷ്ടങ്ങൾ മാച്ച് ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെ അഭിപ്രായങ്ങളും അഭിരുചികളും ആലോചനകളും എന്നോ യോജിച്ചു കഴിഞ്ഞതാ. അത്യാവശ്യമാണെങ്കിൽ ഇപ്പൊ തന്നെ ഞാനത് പ്രൂവ് ചെയ്ത് കാണിക്കാം. എന്ത് പ്രൂവ് ചെയ്ത് കാണിക്കാന്നോ? എന്തിനാ മഞ്ജരി ഈ സാഹസത്തിന് പോകുന്നത്? അല്ല, ഞങ്ങൾ പരസ്പരം എത്ര ഗാഢമായ പ്രണയത്തിലായിരുന്നു എന്ന് നീ മനസ്സിലാക്കണം. എന്റെ ഇഷ്ടങ്ങളെക്കുറിച്ച് ഞാൻ ഇപ്പോ പേപ്പറിൽ എഴുതി തരാം. എന്നിട്ട് അതെല്ലാം മിഥുനോട് ചോദിക്ക്. എന്റെ മനസ്സിലുള്ള ഓരോ കാര്യവും മിഥുൻ പറഞ്ഞു തരും. പിന്നെ തെറ്റിച്ചെങ്ങാനും പറഞ്ഞത് നിനക്ക് വിഷമാവും. പിന്നെ സീരിയൽ ഹീറോയിനെ പോലെ ഇരുന്ന് കരയേണ്ടി വരും. നിങ്ങൾക്കിടയിലുള്ള പ്രണയം സത്യമാണോ എന്ന് നിനക്ക് തന്നെ സംശയം ഉണ്ടായിരിക്കും. അങ്ങനെ ഒരു പരീക്ഷണം വേണം. ഞങ്ങൾ തമ്മിലുള്ള പ്രണയം എത്ര പവിത്രതയുള്ളതാണെന്ന് എനിക്കറിയാം. അക്കാര്യത്തിൽ എനിക്കോ മിഥുനോ യാതൊരു സംശയമില്ല. ഞാൻ ഇപ്പൊ തന്നെ എഴുതി തരാം. മഞ്ജരി, ഇപ്പൊ ഇതിന്റെ വല്ല കാര്യമുണ്ടോ? നിങ്ങളുടെ ബന്ധത്തെക്കുറിച്ച് നിങ്ങൾ അറിഞ്ഞാ പോരെ? നാട്ടുകാരെ ബോധിപ്പിക്കേണ്ട കാര്യമുണ്ടോ? ഞാൻ പറയുന്ന കേക്ക്. ഇല്ല ആന്റി, ഈ ലോകത്ത് മറ്റാരും അതറിഞ്ഞില്ലെങ്കിലും മേഘന ഉറപ്പായും അതറിഞ്ഞിരിക്കണം. എന്നാലേ അവളുടെ ഈ നെകളിപ്പ് തീരൂ. മഞ്ജരി, എന്റെ ഇഷ്ടാനിഷ്ടങ്ങളൊക്കെ ഇതിൽ എഴുതിയിട്ടുണ്ട്. ഇപ്പം ഇതിനോട് ചോദിക്കേ. ഇതിന്റെയൊക്കെ വല്ല കാര്യമുണ്ടോ മഞ്ജരി? ഉണ്ട് മിഥുൻ. നമ്മുടെ ബന്ധത്തിന്റെ ആഴം മേഘനെ മനസ്സിലാക്കണം. മേഘനെ നീ ചോദിക്കേ. നിനക്ക് അത്രയ്ക്ക് കൊതിയാണെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആയിക്കോട്ടെ, ഞാൻ ചോദിക്കാം. മിഥുനേട്ടാ, മഞ്ജരിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള നിറം? എന്താ മിഥുൻ ഇത്ര ആലോചിക്കാനുള്ളേ? ചോദിച്ചതും ഷടപടേന്ന് പറയണ്ടേ? ആലോചിക്കാനും മാത്രം വീക്കല്ല നമ്മുടെ ലവ്. എനിക്ക് ഇഷ്ടപ്പെട്ട നിറം എന്താണെന്ന് എനിക്കറിയാലോ. മഞ്ജരിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കളറ് ബ്ലാക്ക് അല്ലേ? കറക്റ്റ്. കണ്ടല്ലോ, എത്ര നിസ്സാരായിട്ടാ ഷടേന്ന് ഉത്തരം പറഞ്ഞത്. മഞ്ജരിക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്? വാട്ട് ഈസ് ദിസ് മിഥുൻ? അതിന് ഇത്രയ്ക്ക് ആലോചിക്കാനുണ്ടോടാ? എത്ര കൊല്ലായി നമ്മൾ സ്നേഹിക്കുന്നു, എന്നിട്ടും എനിക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ് എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടെ? ബോൾ ഗൗൺ? മഞ്ജരി എഴുതിയത് അതല്ല മിഥുനേട്ടാ. ബോൾ ഗൗൺ ഒക്കെ ഒക്കേഷനിൽ ഇടുന്ന ഡ്രസ് അല്ലേ മിഥുൻ? That is not my favorite dress. എന്റെ ഫേവറേറ്റ് ഡ്രസ് ഏതാണെന്ന് എനിക്ക് അറിഞ്ഞൂടെ? പോട്ടെ മഞ്ജരി, അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാലോ. അതൊക്കെ പറയുമായിരിക്കും. മിഥുനേട്ടാ, മഞ്ജരിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഫുഡ് ഏതാണ്? മിഥുൻ ഒരു മിനിറ്റ്.
നല്ലോണം ആലോചിച്ചിട്ട് പറയണം. വായത്തൊന്ന് വിളിച്ച് പറയല്ലേ. നല്ലോണം ആലോചിക്കേ, നിനക്കറിയാത്. നല്ലോണം ആലോചിക്കേ. മഞ്ജരിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് മട്ടൻ. എനിക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് മട്ടൻ അല്ല മിഥുൻ, ഫിഷാ. ഫിഷ് അല്ലേ എനിക്കിഷ്ടം. എനിക്കിഷ്ടപ്പെട്ട ഫുഡ് ഏതാന്ന് പോലും നിനക്ക് അറിയില്ലല്ലേ? പോട്ടെ, വിടും ഇതിനേട്ടാ. ഇതിനെങ്കിലും ഉത്തരം പറയും. മഞ്ജരിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട പ്ലേസ്. ഇത് മിഥുനറിയാം, പറയാന്ന് എനിക്ക് ഉറപ്പാ. മേഘനയുടെ മുമ്പിൽ എന്നെ നാണം കെടുത്തരുത്. നല്ല ഡീപ്പായിട്ട് ആലോചിച്ചിട്ട് പറഞ്ഞാ മതി. മഞ്ജരി, ഇതിന് ഞാൻ കൃത്യമായിട്ട് ഉത്തരം പറയും. മഞ്ജരിക്ക് ഇഷ്ടപ്പെട്ട പ്ലേസ് ഗോവ. മിഥുൻ, ചീപ്പ് ഗോവ എന്തെന്നാ? എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്ലേസ് പാരീസ് ആണെന്ന് നിനക്ക് അറിഞ്ഞൂടെ? നിന്നോട് എത്ര തവണ പറഞ്ഞിട്ടുള്ളതാ, എന്നിട്ട് നിനക്ക് ഓർമ്മയില്ലല്ലേ? ശരി ശരി, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ മഞ്ജരി? വേണ്ട മേഘനെ, ഒന്നും ചോദിക്കണ്ട. ഇവിടെ ആരോടാണ് പ്രേമമെന്ന് എനിക്കിപ്പോ ക്ലിയർ ആയിട്ട് മനസ്സിലായി. ഇനി ചോദ്യങ്ങൾ ചോദിച്ച് ഞാനായിട്ട് എന്തിനാ നാണം കെടാൻ നിൽക്കുന്നേ? അയ്യോ എന്റെ മഞ്ജരി, അതുകൊണ്ടല്ലേ ഞാൻ നേരത്തെ പറഞ്ഞ ഇങ്ങനെ ഒരു അഗ്നി പരീക്ഷയ്ക്ക് നിൽക്കല്ലേ എന്ന്. നീയല്ലേ കേൾക്കാതിരുന്നേ? ഭയങ്കര വാശിയായിരുന്നല്ലോ. എന്നിട്ട് ഇപ്പൊ എന്ത് പറ്റി? നാണം കെട്ടത് മെച്ചം. മിഥുന്റെ മനസ്സിൽ എനിക്ക് യാതൊരു സ്ഥാനവും ഇല്ലെന്ന് എനിക്കറിയില്ലായിരുന്നു മേഘനെ. സർ, അടുത്ത പ്രോഗ്രാം തുടങ്ങാറായി. സാറൊന്ന് വരാമോ? ആയിക്കോട്ടെ, ഞാൻ വരുവാ. ലെറ്റ്സ് ഗോ. ഒരു കാര്യം പറയട്ടെ, സ്നേഹബന്ധം എന്ന് പറഞ്ഞ് 4 മെസ്സേജ് അയക്കുന്നതോ 4 ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുക്കുന്നതൊന്നും അല്ല. മറ്റുള്ളവരുടെ മുന്നിൽ ഞങ്ങൾ പ്രേമിക്കുകയാണെന്ന് കോടി പിടിച്ച് പ്രസംഗിക്കുന്നതുമല്ല. മനസ്സുകൾ തമ്മിലടുക്കണം. അങ്ങനെയുള്ളവർക്കേ യഥാർത്ഥ സ്നേഹം കിട്ടുള്ളൂ. പ്രണയത്തിന്റെ അർത്ഥം പോലും അറിയാത്ത നിന്നെ പോലുള്ളവർക്ക് മിഥുനേട്ടനെ ഒരിക്കലും കിട്ടില്ല. ഞാൻ അതിന് അനുവദിക്കുകയില്ല. കണ്ടില്ല ആന്റി, എന്തൊരു ഹെഡ് വെയിറ്റോടെ അവള് സംസാരിച്ചേ. ഒടുക്കത്തെ ഓവർ കോൺഫിഡൻസ് ആണല്ലോ അവക്ക്. മിഥുനോടുണ്ടായിരുന്ന എന്റെ വിശ്വാസം അത്രയും അവൻ തകർത്ത് കളഞ്ഞോണ്ടല്ലേ അവളുടെ നാവിന് ഇനി ഇത്രയും നീളം കൂടിയത്. നമ്മുടെ പൊന്ന് നല്ലതാണെങ്കിൽ മറ്റുള്ളവരെന്തിനു നമ്മളെ കളിയാക്കാൻ കുറ്റം പറയുകയും ചെയ്യണം? ഇറ്റ്സ് ഓക്കെ മഞ്ജരി. ചില സമയത്ത് എല്ലാവർക്കും ചില അക്കടികളൊക്കെ പറ്റും. അതൊന്നും കാര്യമാക്കരുത്. നമ്മുടെ കണ്ണുകൾ എപ്പോഴും ലക്ഷ്യത്തിലായിരിക്കണം. പോട്ടെ, നമുക്ക് ഒരു നാൾ വരുമല്ലോ മഞ്ജരി, അന്ന് നോക്കാം. ബെസ്റ്റ് കപ്പിൾ ബഹുമതി സ്വീകരിച്ചവർ പരസ്പരം പ്രപ്പോസ് ചെയ്താൽ എത്ര മനോഹരമായിരിക്കും കാണാൻ. ഇതാ അതിനൊരു വേദി ഒരുക്കിയിരിക്കുകയാണ് ഞങ്ങൾ. എല്ലാവരും അത് കാണാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മാതൃകാ ദമ്പതികളായ നിങ്ങൾ തമ്മിലുള്ള അടുപ്പത്തെക്കുറിച്ച് മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ ഒരവസരം.
സർ, സാറിൻ്റെതായ രീതിയിൽ മേഘന മാഡത്തെ പ്രപ്പോസ് ചെയ്താൽ ഞങ്ങൾക്ക് എല്ലാവർക്കും അതൊന്ന് കണ്ട് രസിക്കായിരുന്നു.